കൃത്യം ഒരാഴ്ച മുമ്പാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ തലസ്ഥാനത്ത് എസ്എഫ്ഐയുടെ അത്യസാധാരണ പ്രതിഷേധമുണ്ടായെന്ന് മാത്രമല്ല, പ്രതിഷേധക്കാരെ തെരുവിലിറങ്ങി വെല്ലുവിളിക്കാൻ ഗവർണർ തയ്യാറായതും വലിയ ഞെട്ടലോടെയാണ് രാഷ്ട്രീയ കേരളം കണ്ടത്. സംസ്ഥാനത്ത് ഇതിനു മുമ്പ് ഇത്തരമൊരു പ്രതിഷേധം ഗവർണർക്കെതിരെ ഉണ്ടായിട്ടില്ല. പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ഉണ്ടായെങ്കിൽ തന്നെ ഒരു ഗവർണറും ഈ രീതിയിൽ തെരുവിലിറങ്ങി പ്രതിഷേധക്കാരെ വെല്ലുവിളിച്ച് തന്റെ അടുത്തേക്ക് വരണം, എന്താണ് ആവശ്യമെന്ന് ചോദിച്ചുകൊണ്ട് ആ ഒരു ധൈര്യം കാണിക്കാൻ ഒരു ഗവർണറും തയ്യാറായിട്ടുമില്ല. അങ്ങനെ ഒരാഴ്ച മുമ്പ് നടന്ന ആ പ്രതിഷേധത്തിന് ശേഷം സംസ്ഥാന രാഷ്ട്രീയം അക്ഷരാർത്ഥത്തിൽ കലങ്ങി മറിയുന്നതാണ് നമ്മൾ കണ്ടത്. ഗവർണർ ഇവിടെ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിന് നേരെ ഡൽഹിയിലേക്കാണ് പോയത്. ഡൽഹിയിലും അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോഴൊക്കെ ശക്തമായ വിമർശനം തുടർന്നു. ഡൽഹിയിൽ അദ്ദേഹത്തെ ബിജെപി നേതാക്കളടക്കം സന്ദർശിക്കുകയും ചെയ്തു. അതിനുശേഷം കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ കഴിഞ്ഞ 2 ദിവസമായി നടക്കുന്ന അത്യസാധാരണ സംഭവങ്ങൾ, ഗവർണറുടെ പരസ്യ സംസ്ഥാന സർക്കാരും അതുപോലെ എസ്എഫ്ഐക്കും എതിരെയുള്ള പരസ്യ പോർവിളി, എസ്എഫ്ഐയുടെ പ്രതിഷേധം, എസ്എഫ്ഐ കെട്ടിയ ബാനർ ഗവർണർ അഴിപ്പിക്കുന്നു, വീണ്ടും എസ്ഐ പ്രവർത്തകർ ബാനർ ഉയർത്തുന്നു. അതിന് പിന്നാലെ സംസ്ഥാനത്തെ മറ്റ് സർവകലാശാലകളിലും ഗവർണർക്കെതിരെ സമാനമായ ബാനർ പ്രതിഷേധം എസ്എഫ്ഐ തയ്യാറെടുക്കുന്നു. ആ സാഹചര്യത്തിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരാഴ്ചയ്ക്ക് ശേഷം തലസ്ഥാനത്തേക്ക് രാജ്ഭവനിലേക്ക് മടങ്ങിയെത്തുന്നത്. ഇന്ന് രാത്രി 9 മണിയോടുകൂടി അദ്ദേഹം കോഴിക്കോട്ട് നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അദ്ദേഹം എത്തുമ്പോൾ ഒരുപക്ഷെ വലിയ സുരക്ഷ, നേരത്തെയൊന്നും ഇല്ലാത്ത തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ രാജ്ഭവനിലും പരിസരത്തും ഏർപ്പെടുത്തും. നമുക്കറിയാം, സാധാരണഗതിയിൽ രാജ്ഭവനുള്ളിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ മാത്രമാണ് സാധാരണ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാകാറുള്ളത്. ഈ ഗേറ്റിൽ പാറാവുണ്ട്, അതിനകത്ത് ഗവർണറുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്. അതിനപ്പുറത്തേക്കുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ രാജ്ഭവനിൽ ഉണ്ടാകാറില്ല. പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. ഏതു നിമിഷവും ഗവർണർക്കെതിരെ ഒരു പ്രതിഷേധം എവിടെ നിന്നും ഉണ്ടാകാമെന്ന ഒരു സാഹചര്യമുണ്ട്. എസ്എഫ്ഐ പ്രവർത്തകർ കഴിഞ്ഞ ആഴ്ച ഇവിടെ മാർച്ച് നടത്തുമ്പോൾ ഈ ഗേറ്റിന് സമീപത്തേക്ക് വരെ ഓടിയെടുത്തത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് നാടകീയമായ ഗവർണർക്കെതിരെയുള്ള എസ്എഫ്ഐയുടെ സമരപ്രഖ്യാപനവും അദ്ദേഹത്തിന്റെ വാഹനത്തിനടുത്തേക്ക് എത്തിവരെയുള്ള പ്രതിഷേധവും ഗവർണർ തെരുവിലിറങ്ങി നിന്ന് എസ്എഫ്ഐക്കാരെ വെല്ലുവിളിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടത്. അതിന്റെ തുടർച്ച ഇനിയും ഉണ്ടാകുമെന്ന വലിയ ആശങ്ക. അതുകൊണ്ടാണ് ഈ രാജ്ഭവന് പുറത്തും കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചിരിക്കുന്നത്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് ഗവർണർ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ വീണ്ടും എത്തും. നഗരം അക്ഷരാർത്ഥത്തിൽ പോലീസ് വലയത്തിലാകും. വൈകുന്നേരത്തോടുകൂടി ഗവർണർക്ക് ആ രീതി സുരക്ഷാ ക്രമീകരണം നമുക്കറിയാം. രാജ്ഭവന്റെ ഇരുവശത്തും റോഡിൽ പോലും ബാരിക്കേഡുകൾ വെച്ചുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ വൈകുന്നേരത്തോടുകൂടി ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ, സന്നാഹങ്ങൾ ഒന്നുകൂടി വർദ്ധിപ്പിക്കും. പൂർണ്ണമായും രാജ്ഭവൻ പരിസരം പോലീസിന്റെ നിയന്ത്രണത്തിലാകും. അന്ന് വലിയ സുരക്ഷാ വീഴ്ച ഗവർണറുടെ വാഹനവ്യൂഹം കടന്നുപോകുമ്പോൾ എസ്എഫ്ഐ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായതായ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരും അത് സ്ഥിരീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഒരു തരത്തിലുള്ള സെക്യൂരിറ്റി ലാപ്സും സുരക്ഷയിൽ ഒരു തരത്തിലുള്ള പാളിച്ചയും ഉണ്ടാകുന്ന കർശന നിർദ്ദേശം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. രാജ്ഭവന്റെ അന്നത്തെ വലിയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിയോടും സിറ്റി പോലീസ് കമ്മീഷണറോടക്കം വിശദീകരണം തേടി അടക്കമുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരു തരത്തിലും ഗവർണർക്കെതിരെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാകാൻ പാടില്ലെന്ന കൃത്യമായ നിർദ്ദേശത്തോടു കൂടിയാണ് പോലീസ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ ക്രമീകരണങ്ങൾ ഉണ്ടാകും. തലസ്ഥാനമാണ് ഈ ശ്രദ്ധാകേന്ദ്രം. വൈകുന്നേരം രാത്രി 9 മണിക്ക് എത്തുന്നതോടുകൂടി വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധാകേന്ദ്രം ഈ രാജ്ഭവനും ഇവിടെ നിന്നുള്ള നീക്കങ്ങളുമാകും. പ്രത്യേകിച്ചും ഗവർണർ ഒരു വളരെ പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിച്ചത് സംസ്ഥാനത്ത് ക്രമസമാധാനം തകരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഗവർണറുടെ ഈ രാജ്ഭവന്റെ ഓരോ നീക്കവും ഇനി നിർണായകമാണ്. സംസ്ഥാന സർക്കാർ സിപിഎം ഭരിക്കുന്ന സർക്കാരാണെങ്കിൽ പോലും സുരക്ഷയുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും സർക്കാരിനും കഴിയില്ല. കാരണം സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ സംസ്ഥാനത്തിന്റെ അത്രയധികം ഉന്നതിരിക്കുന്ന ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അദ്ദേഹത്തിനെതിരെ നിലനിൽക്കുമ്പോൾ തന്നെ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും സർക്കാരിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇനി ഉള്ള ഓരോ നീക്കങ്ങളും, ഈ രാജ്ഭവനിൽ അകത്തുനിന്ന് വരുന്ന ഓരോ നീക്കങ്ങളും വളരെ നിർണായകമാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് രാത്രി 9 മണിയോടുകൂടി തലസ്ഥാനത്തെത്തും. അതോടുകൂടി രാജ്ഭവൻ പരിസരം, അദ്ദേഹത്തിന്റെ റൂട്ട്, വിമാനത്താവളത്തിൽ നിന്ന് രാജ്ഭവനിലേക്കുള്ള റൂട്ട് ഒക്കെ വളരെ പോലീസിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായി മാറും. പോലീസിന്റെ അതിശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ രാജ്ഭവനിലും തലസ്ഥാന ജില്ലയിലും ഉണ്ടാകും.